ഹലോ കുട്ടികളെ, വെൽക്കം ടു വാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോണത് +2 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് 2 ചാപ്റ്ററുകളായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെയും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലെയും ഓരോ ചോദ്യങ്ങളാണ്. ഉപകാരപ്പെടും, ശ്രദ്ധിച്ചു നോക്കുക. അപ്പോ ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് 1, 2, 3 എന്ന സെറ്റിൽ നിങ്ങൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ റിലേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് റിഫ്ലക്സീവ് ആണ്, പക്ഷേ സിമെട്രിക്കും അല്ല ട്രാൻസിറ്റീവും അല്ല എന്ന് കാണിക്കണം. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോണത്, കുട്ടികളെ ശ്രദ്ധിച്ചോളൂ, റിഫ്ലക്സീവിനെ കുറിച്ചാണ്. എപ്പോഴാണ് റിഫ്ലക്സീവ് ആവുക? ശ്രദ്ധിച്ച് കേട്ടോളൂ. 1, 2, 3 എന്ന സെറ്റിൽ നിങ്ങൾ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തതെങ്കിൽ റിഫ്ലക്സീവ് ആകണമെങ്കിൽ 1, 1 വേണം. 1, 1 റിലേഷനിൽ ഉണ്ട്. 2, 2 റിലേഷനിൽ വേണം. 2, 2 റിലേഷനിൽ ഉണ്ട്. 3, 3 റിലേഷനിൽ വേണം. 3, 3 റിലേഷനിൽ ഉണ്ട്. അത് എന്തായിട്ട് മാറി? റിഫ്ലക്സീവ് ആയിട്ട് മാറി. അപ്പൊ 1, 2, 3 3 എലമെന്റ്സ് ആണെങ്കിൽ റിഫ്ലക്സീവ് ആകണമെങ്കിൽ അവരുടെ ഡബിളറ്റുകളായിട്ടുള്ള 1, 1 റിലേഷനിൽ കാണണം, 2, 2 റിലേഷനിൽ കാണണം, 3, 3 റിലേഷനിൽ കാണണം. കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അത്? റിഫ്ലക്സീവ് റിലേഷൻ ആണ്. രണ്ടാമതായിട്ട് നമുക്ക് സിമെട്രിക്കിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. സിമെട്രിക് എന്ന് പറയുമ്പോ AB ഉണ്ടെങ്കിൽ BA ഉണ്ടാവണം. അതാണ് സിമെട്രിക്കിന്റെ കോൺസെപ്റ്റ്. നിങ്ങൾ നോക്കൂ, ഇവിടെ 1, 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എവിടെ കാണുന്നുണ്ട്? റിലേഷനിൽ കാണുന്നുണ്ട്. പക്ഷേ അതിനെ തിരിച്ചിട്ടാൽ കിട്ടുന്ന 2, 1 എവിടെ കാണുന്നില്ല? റിലേഷനിൽ കാണുന്നില്ല. അപ്പൊ 1, 2 ഉണ്ടായിട്ട് 2, 1 ഇല്ലെങ്കിൽ അത് സിമെട്രിക് ആവൂല. സിമെട്രിക് ആകണമെങ്കിൽ 1, 2 ഉണ്ടെങ്കിൽ കൂടെ 2, 1 വേണം. അപ്പൊ എന്തല്ല? സിമെട്രിക് അല്ല. ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിറ്റീവിനെ കുറിച്ചാണ്. ട്രാൻസിറ്റീവിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, ആറിൽ AB എന്നൊരു പെയർ ഉണ്ടായിട്ട് കൂടെ BC എന്നൊരു പെയർ ഉണ്ടായിട്ട് കൂടെ AC എന്ന പെയറും കൂടെ ഉണ്ടെങ്കിൽ നമുക്കതിനെ ട്രാൻസിറ്റീവ് എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ AB എന്ന ഒരു പേരുണ്ട്, 1, 2 എന്ന പേരുണ്ട്. അതേ പെയർ എൻഡ് ചെയ്യുന്നതിൽ തുടങ്ങുന്ന മറ്റൊരു പേരുണ്ട്, 2, 3 ആണ്. പക്ഷേ ആരില്ല? 1, 3 ഇല്ല. അപ്പൊ മക്കള് നോക്കേണ്ട കാര്യം, 1, 2 ഉണ്ട് ആറില്, കാണുന്നില്ലേ? 2, 3 ഉണ്ട് ആറില്, കാണുന്നില്ലേ? 1, 2 2, 3 ഉണ്ടെങ്കിൽ 1, 3 കൂടെ വരണം, എങ്കിലേ ട്രാൻസിറ്റീവ് ആവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 1, 3 ഇവിടെ കാണുന്നില്ല. 1, 3 ഇവിടെ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് പറയാം ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ റിഫ്ലക്സീവ് ആണെന്നും സിമെട്രിക് അല്ല എന്നും ട്രാൻസിറ്റീവ് അല്ല എന്നും കാണിച്ചു. അപ്പൊ റിഫ്ലക്സീവ് എന്താണ്? 1, 2, 3 ആണെങ്കിൽ അതിന്റെ ഡബിളറ്റുകൾ ഉണ്ടായിരിക്കണം. സിമെട്രിക് എന്താണ്? AB ഉണ്ടെങ്കിൽ BA ഉണ്ടായിരിക്കണം. ട്രാൻസിറ്റീവ് എന്താണ്? AB ഉണ്ട്, BC ഉണ്ടെങ്കിൽ കൂടെ എന്തുണ്ടാവണം? AC ഉണ്ടാവണം. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ കുട്ടികളെ? നമ്മൾ ഓൾറെഡി ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞു. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ഒരു ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലെ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലെ ചോദ്യം നമ്മളോട് പറയുന്നത്, ഷോ ദാറ്റ് 3 sin inverse x is equal to sin inverse of 3x minus 4x cube എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, sin inverse x എന്ന് പറയുന്ന ആളെ ഞാൻ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, sin inverse x എന്ന് പകരം ഞാൻ തീറ്റ കൊടുക്കുകയാണെങ്കിൽ, ഈ സൈൻ ഇൻവേഴ്സ് ഇവിടെ വരുമ്പോൾ സൈൻ തീറ്റ ആയിട്ട് മാറുകയും നമുക്ക് x is equal to sin തീറ്റ എന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. x is equal to sin തീറ്റയാണ്. അപ്പൊ എന്റെ LHS എന്തായിട്ട് മാറി? കാരണം ഞാൻ LHSലെ സൈൻ ഇൻവേഴ്സ് x ന് പകരം തീറ്റ എന്ന് കൊടുത്തത് കൊണ്ട് 3 sin inverse x എന്തായിട്ട് മാറും? 3 തീറ്റ ആയിട്ട് മാറും. അപ്പൊ എന്റെ LHS എങ്ങോട്ട് സിംപ്ലിഫൈഡ് ആയി? 3 തീറ്റയിലോട്ട് ചുരുങ്ങി ആണല്ലോ. എന്റെ RHS എന്താണ്? RHS എന്ന് പറയുന്നത് sin inverse of 3x minus 4x cube ആണ്. ക്ലിയർ അല്ലേ? that is equal to sin inverse of, ഞാൻ ചോദിക്കട്ടെ, x ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് sin തീറ്റയാണ്. അപ്പൊ 3x എന്ന് പറയുമ്പോ അത് 3 sin തീറ്റയാണ്. 4x ക്യൂബ് എന്ന് പറയുമ്പോ അത് 4 sin ക്യൂബ് തീറ്റയാണ്. ക്ലിയർ ആണല്ലോ? വീണ്ടും നിങ്ങൾ +1 ട്രിഗ്നോമെട്രിയിലേക്ക്, എപ്പം നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി +2 പഠിക്കുന്നുണ്ടെങ്കിലും +1 ട്രിഗ്നോമെട്രിയിലെ കോൺസെപ്റ്റുകളിലേക്ക് പോയി തിരിച്ചു വരണം. എപ്പോഴും നമുക്ക് ഉപയോഗം വരും. അപ്പൊ 3 sin തീറ്റ മൈനസ് 4 sin ക്യൂബ് തീറ്റ, അതൊരു ഐഡന്റിറ്റി ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് sin 3 തീറ്റ. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഈ സൈൻ ഇൻവേഴ്സും sin 3 തീറ്റയും കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? 3 തീറ്റ കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളുടെ RHSും എങ്ങോട്ട് ചുരുങ്ങി? 3 തീറ്റയിലോട്ട് ചുരുങ്ങി. LHS ഓൾറെഡി എന്ത് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു? 3 തീറ്റയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ LHSും നിങ്ങളുടെ RHSും ഈക്വൽ ആയിട്ടുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ LHS? 3 sin inverse x ആണ് നിങ്ങളുടെ LHS. എന്തായിരുന്നു നിങ്ങളുടെ RHS? sin inverse of 3x minus
-4x³ ആയിരുന്നു. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആകെ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ, തീറ്റയ്ക്ക് sin inverse x കൊടുത്തിട്ട് x = sin θ ആക്കി മാറ്റണം. ഈ എക്സിന് sin θ കൊടുക്കുമ്പോൾ കിട്ടുന്ന 3 sin θ - 4 sin³ θ sin 3θ ആണ് എന്ന ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റിയും അറിയണം. അത്രേ ആ ചോദ്യത്തിൽ ചെയ്യാനുള്ളൂ. വീണ്ടും ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. നമുക്ക് അപ്പോൾ കാണാം. താങ്ക് യു.